നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷവുമായി വളരെയേറെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമ്മളിന്ന് ഈ പ്രധാനമായിട്ട് ഈ അസംതൃപ്തിയാണല്ലോ നമ്മുടെ എല്ലാവിധ സോഷ്യൽ പ്രോബ്ലംസിനും കാരണമായിട്ട്, കയോസിനും കാരണമായി വരുന്നത്. പലതിലും സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് വേണ്ടത്ര ഒരു സംതൃപ്തി ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മളെല്ലാവരും കാട്ടിക്കൂട്ടുന്ന കുറേ കോപ്രായങ്ങളുണ്ട്. ചിലർക്ക് വളരെ വിരസതയായിരിക്കും തോന്നുക. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ല. കാരണമൊന്നും കൂടാതെ തന്നെ വിരസതയുണ്ടാകുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉള്ളവരുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരാശങ്ക ആളുകൾക്ക് വന്നു കയറാറുണ്ട്. ഇതും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഇത് ധാരാളമായി വരുന്നത്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നേടാൻ ഉള്ള വലിയ ഒരു ലോകം മുമ്പിലുണ്ടായിരുന്നു. അതായത് ഒരു വീടുണ്ടാവണം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം, ഒരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണം, പിന്നെ നമ്മൾ അച്ഛനമ്മമാരെ നോക്കണം, ശുശ്രൂഷിക്കണം, നമ്മളെ കുടുംബത്തിനെ സംരക്ഷിക്കണം, നമുക്കൊരു വാല്യൂ ഉണ്ട്, നമുക്കൊരു മൂല്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടായതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഡ്രൈവ് നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവർക്കെല്ലാം ഉണ്ട്. അവർക്കിനി പ്രത്യേകിച്ച് നേടാൻ ഒന്നും ഇല്ല എന്ന ഒരു തോന്നലാണ് ഭൂരിപക്ഷ ആളുകൾക്കും. ഒരു ജോലി അത്യാവശ്യമല്ല, പിന്നെ അതേപോലെ ഒരു വീടൊരു അത്യാവശ്യമല്ല. കാരണം പാരൻസിന് അതെല്ലാം ഉണ്ട്. പാരൻസിന് കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം ലഭ്യമാവുന്നു. പിന്നെ ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണ്, പിന്നെ അതിനകത്ത് ചുറ്റിപ്പറ്റിയുള്ള ഒരു വെർച്വൽ റിയാലിറ്റി, യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന അയഥാർത്ഥ്യമായ ഒരു മായാ ലോകം. ആ മായാ പ്രപഞ്ചത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു, വെറും മായ മാത്രമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായി വരുമ്പോഴേക്കും സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇതിനകം തന്നെ നമ്മൾ കാരണം തന്നെ ഉണ്ടായിട്ടുണ്ടാവും. ജീവിതത്തോട് തന്നെ പലർക്കും വിരസത തോന്നുന്ന അവസ്ഥ. ആ വിരസതയിൽ നിന്നാണ് പലപ്പോഴും ആളുകൾ അക്രമാസക്തരാകുന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ മയക്കുമരുന്നിന് അടിമയാകുന്നത്. ഇതൊക്കെ അതുകൊണ്ടാണ്. നമുക്കൊരു കാര്യത്തിലും നമ്മളെ ജീവിതത്തിൽ തന്നെ സന്തോഷം കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ പ്രയാസങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സന്തോഷം എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് കുട്ടികൾക്കൊരു ക്ലാസ് കൊടുക്കുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒന്നിനോടും ഒരു താല്പര്യവും തോന്നാത്തൊരവസ്ഥ, കുലുങ്ങാത്തൊരവസ്ഥ, എനിക്ക് ഒരു പ്രയാസവും ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് എന്തിന് എന്ന് തോന്നുന്ന എല്ലാത്തിലും അസംതൃപ്തി ഇന്ന് ആളുകളിൽ വളരെയേറെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഈ ഡിസ്കണ്ടൻമെൻറ്റ് അല്ലെങ്കിൽ അസംതൃപ്തി എന്ന് പറയുന്ന കാര്യം. നോക്ക്, ഇതിന് പ്രധാനപ്പെട്ട കാര്യം അവരെല്ലാവർക്കും എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണ്. അവർ പലപ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാം കാണുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് പലപ്പോഴും യാത്രകൾക്ക് പോകുന്നു. യാത്രയ്ക്ക് വലിയ ഒരു താല്പര്യമുണ്ടായി യാത്ര കുറച്ച് ദിവസമൊക്കെ പല ചെറിയ ചെറിയ യാത്രകളോ അല്ലെ വലിയ യാത്രകളോ ഒക്കെ പോകുന്നു. അതെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എവിടെയും ഒരു അസംതൃപ്തി മാത്രം, ഒരു ഡിസ്കണ്ടൻമെൻറ്റ് ഉണ്ടാവുന്നു മനുഷ്യരിൽ, യുവാക്കളിൽ, ചെറിയ കുട്ടികളിൽ. അതൊരു വലിയ പ്രയാസമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളം മുഴുവൻ മയക്കുമരുന്ന് അങ്ങ് ഉണ്ടായതല്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും മയക്കുമരുന്ന് ധാരാളമായി ഉണ്ടാവുകയും അതിൻ്റെ വിക്റ്റിമായിട്ട് ആളുകൾ മാറുകയും ചെയ്തതല്ല. മറിച്ച് അതിനൊരു പ്രോസസ്സുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ ആയി? അവരിലെ ഡിസ്കണ്ടൻമെൻറ്റ് എന്തുകൊണ്ടുണ്ടായി? ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ വിഷാദത്തിലേക്ക് നയിച്ചയക്കാവുന്ന ഒരു അദൃശ്യനായ അപകടകാരിയാണ് ഈ അസംതൃപ്തി എന്ന് പറയും. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.